ഇസ്ലാമിക പ്രബോധന പ്രവർത്തന മേഖലകളിൽ തിളക്കമാർന്ന കാൽവെപ്പുകളുമായി കടന്നുവന്ന ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു കൊടുത്തു, സർവ്വ ഐശ്വര്യങ്ങളും അല്ലാഹു കൊടുത്തു. പക്ഷേ ഓരോ രാത്രിയിലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി വസ്തഅല റഅസു ശൈബാ. അല്ലാഹുവേ, എന്റെ മുടി നരച്ചിരിക്കുകയാണ്, എന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. കണ്ണുനീരോടുകൂടി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, വ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറായി വകാനത് ഇംറഅതി ആഖിറാ. എന്റെ ഭാര്യയെ പ്രസവിക്കുമോ പടച്ചവനെ, എന്റെ ഭാര്യയുടെ തൊലി ചൊട്ടിച്ചുളുങ്ങിപ്പോയി തമ്പുരാനെ, കണ്ണുകൾ കുടിയിലേക്ക് വീണുപോയി പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന റഹ്മാനെ, പ്രായാധിക്യം കൊണ്ട് തളർന്നു പോര എന്റെ പ്രിയപ്പെട്ടവരുടെ മടിത്തട്ടിലേക്ക് അല്ലാഹുവേ ഒരു കൈക്കുഞ്ഞിനെ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാരാ? ഇസ്ലാമിക പ്രബോധന പ്രവർത്തന മേഖലയിൽ പ്രവാചകത്വത്തിന്റെ കിരീടവുമേന്തി അല്ലാഹു പറഞ്ഞു വിട്ട ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം നിരന്തരമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെ നടന്ന് ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഉലാമിൻ ഇസ്മുഹു യഹ്യ. സക്കരിയ നബിയെ, അങ്ങ് സങ്കടപ്പെടണ്ട, അങ്ങേക്കൊരു കുഞ്ഞിനെ തരാം എന്ന സന്തോഷ വാർത്ത ഞാനിത് അറിയിക്കുന്നു. ആ കുഞ്ഞിന്റെ പേര് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്നു. ഇസ്മുഹു യഹ്യ. യഹ്യ എന്ന പേരാണ്. അങ്ങനെ ആ പേരിട്ട ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു. പ്രവാചകന്മാർക്ക് പോലും, ഞാൻ പറഞ്ഞു വന്നത്, മക്കളില്ലെങ്കിൽ അതൊരു വലിയ സങ്കടം തന്നെയാണ്. പ്രവാചകന്മാർക്ക് പോലും അതൊരു വല്ലാത്ത വെപ്രാളവും മനസ്സിന്റെ വേഗാരവും ദുഃഖവും തന്നെയാണ്. താങ്ങാൻ കഴിയില്ല അത്. കുഞ്ഞുമക്കളെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് മാതാപിതാക്കൾ നടന്നു പോകുന്നത് കാണുമ്പോൾ മക്കളില്ലാത്തവർ മാറിയിരുന്നു കൊണ്ട് കണ്ണു തുടയ്ക്കുന്നുണ്ടാകും. അല്ലാഹുവേ, എനിക്ക് മക്കളെ തന്നില്ലല്ലോ, എനിക്ക് കൊഞ്ചാനും കുഴയാനും എന്റെ തോളത്ത് വെച്ച് ചിരിപ്പിക്കാനും എനിക്ക് കുളിപ്പിക്കാനും എനിക്ക് കരിയെഴുതി കൊടുക്കാനും എനിക്ക് മുത്തം കൊടുക്കാനും എനിക്ക് കുഞ്ഞുടുപ്പ് ധരിപ്പിച്ചു കൊടുക്കാനും അല്ലാഹുവേ, നീ എനിക്ക് മക്കളെ തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കപ്പെടുന്നവരെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ പ്രവാചകന്റെ മനോഹരമായ ഒരു ഹദീസാണ്. അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രവാചകരുടെ സമക്ഷം വരികയാണ്. കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് മാ റുസിഖത് വലദൻ ഖത്തു യാ ഹബീബല്ലാഹ്. അല്ലാഹു എനിക്ക് മക്കളെ തന്നിട്ടില്ല പ്രവാചകരെ. ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി, മക്കളെ എനിക്ക് അല്ലാഹു തന്നിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നു? ആ സ്വഹാബി പറഞ്ഞു, നബിയെ ദുആ ചെയ്തിരുന്നു. അങ്ങയെ കൊണ്ട് അല്ലാഹുവിനോടൊന്ന് പറയിപ്പിക്കാനാ വന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വെറുതെ ദുആ ചെയ്താ പോരാ, ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന 2 കാര്യങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യമുള്ള മക്കളെ അല്ലാഹു നമുക്ക് തരും. അല്ലാഹു ഇതിന് തൗഫീക്ക് തരുമാറാകട്ടെ. വിവാഹം കഴിയാത്തവരിപ്പോ സംശയമാണ്, ഉസ്താദേ നമുക്ക് ആമീൻ പറഞ്ഞാൽ വല്ല ഉപയോഗം ഉണ്ടാവും എന്നുള്ളതാ. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ആമീൻ തന്നെയാണ് ഭാവിയിൽ നിങ്ങൾക്ക് നല്ല മക്കളെ അല്ലാഹു തരുന്നതിന്റെ കാരണം. ഈ ആമീൻ തന്നെയാണ്. വിവാഹം കഴിഞ്ഞാതെ ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞില്ല. പ്രസവം നിർത്തിയൊരു ആമീൻ പറഞ്ഞിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. വിവാഹം കഴിയാത്തവർക്ക് ആമീൻ പറയാലോ, പ്രസവം നിർത്തിയവർക്ക് പിന്നെ ഇപ്പൊ നമ്മുടെ വൈദ്യശാസ്ത്രമല്ലേ, അപ്പൊ അതിനൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ പ്രസവം നിർത്തിയവരും ചില സ്ഥലത്തൊക്കെ അത്ഭുതകരമായിട്ട് പ്രസവിക്കുന്നുണ്ട്. അതിപ്പോ അങ്ങനെയാണല്ലോ. ഇപ്പൊ കോഴി പ്രസവിക്കുന്ന കാലമാണ്. നമ്മുടെ നാട്ടിലൊരു കോഴി പ്രസവിച്ചു.
അപ്പൊ അതൊക്കെ ഒരു വലിയ ചർച്ചയാണ്, പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ആമീൻ പറയുമ്പോൾ നമുക്ക് ആവേശത്തോടുകൂടി പറയാം. കാരണം ഈ സദസ്സിൽ ഒരു പക്ഷേ അള്ളാഹു ഒരാളുടെ ആമീനിന്റെ സ്വീകാര്യത ഈ സദസ്സ് ഒന്നടങ്കം അള്ളാഹു കബൂൽ ചെയ്ത നമ്മളൊക്കെ രക്ഷപ്പെട്ടു. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. ആഖിറത്തിൽ നമുക്ക് സ്വർഗത്തിന്റെ സ്ഥാനം വാങ്ങിത്തരാൻ നമ്മുടെ മക്കളെ കൊണ്ട് അൽഹംദുലില്ലാ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞു, നബി എനിക്ക് മക്കളില്ല, അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ പറഞ്ഞു തരുന്ന 2 കാര്യം നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് നീ കൊണ്ടു നടന്നാൽ അള്ളാഹു നിനക്ക് മക്കളെ തരുന്നതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ 2 കാര്യം ആ മനുഷ്യൻ ചെയ്യുകയാണ്. ആ 2 കാര്യം ആ മനുഷ്യൻ ചെയ്തതിന് ശേഷം കുറെ നാളുകൾ അദ്ദേഹം ജീവിച്ചിരുന്നു. 9 മക്കളോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് കൊടുത്തെന്ന് ഹദീസിന്റെ കിതാബുകൾ പറഞ്ഞു തരികയാണ്. 9 മക്കളെയാണ് കൊടുത്തത്, 1ഉം 2ഉം അല്ല. ആയിക്കോട്ടെ, ശരി, ആയിക്കോട്ടെ. 9 മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തു എന്നാ. അപ്പൊ മക്കളില്ലാത്ത സഹോദരിമാർ, മക്കളില്ലാത്ത സഹോദരങ്ങൾ ഈ സദസ്സിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഈ മനോഹരമായ കാര്യം നിങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരുടെ നാവിൻ തുമ്പിലൂടെ നമുക്ക് സമർപ്പിച്ചു തന്ന മനോഹരമായ പാഠമാണ്. നമുക്ക് 9 മക്കളെ കിട്ടിയില്ലെങ്കിലും 9 വർഷം കഴിഞ്ഞ, 10 വർഷം കഴിഞ്ഞ, 15 വർഷം കഴിഞ്ഞ ഒരു കുഞ്ഞിനു വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയാ മതിയല്ലോ. അള്ളാഹു അതിന് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമെന്തെന്ന് പറയാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ ഒരുങ്ങണം. മക്കളെ തന്നാലും നമുക്ക് ചെയ്യാം, അത് മക്കളുടെ പുണ്യത്തിന് ഉപകരിക്കും. അല്പം ഓളി ഒന്ന് കുറച്ച് വെച്ചു, ഒരല്പം കുറച്ചാൽ മതി. ഒളിയും കുറയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു മൈക്ക് സെറ്റ് ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യമായി അബൂദാബിയിലെ പറയണം, അല്പം ഒന്ന് കുറച്ചാൽ മതി. അതല്ലെങ്കിൽ ഒരു ഹൗളിംഗ് ഉണ്ടാവും, ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, ആരും വിഷമിക്കരുത്. ഇനി ഇസ്ലാമിക് സെന്ററിൽ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ വരൂല എന്ന് ഇപ്പോഴേ പറയാം. കാരണം ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, കാരണം ഇത്രയും ജനങ്ങൾ, ഒരുപാട് പേര് വിഷമിക്കും, ശരിക്കും ആൾക്കാർ പ്രയാസപ്പെടും. അതൊരു മാനസികമായിട്ട് എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് ഉള്ള സൗകര്യത്തിൽ നമുക്കിന്ന് വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിവൃത്തിയില്ല. വളരെ വേഗം തന്നെ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിച്ചങ്ങ് നീണ്ടു പോവാണ്. ഒരിക്കലും മറ്റു കാര്യങ്ങളിലേക്ക് കടന്ന് നിൽക്കുന്നവരെ കൂടി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ള സഹോദരങ്ങളെ, 2 കാര്യം അള്ളാന്റെ റസൂൽ ആ പ്രിയപ്പെട്ട സഹാബിയോട് ചോദിച്ചതാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരെ, മക്കളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരെ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅൈന അംതാ മിൻ കസറത്തിൽ ഇസ്തിഗ്ഫാർ. ഒന്നാമത്തെ കാര്യം അള്ളാന്റെ റസൂല് പറയുകയാണ്, നിരന്തരമായി നീ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഇസ്തിഗ്ഫാർ ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. നബിയുനാ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറയുന്നു, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യും. തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല, ഒരു ഇസ്തിഗ്ഫാറിന് പദവികൾ അള്ളാഹു ഏറ്റിക്കൊടുക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരെ അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുക, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. മക്കളില്ലാത്ത പെങ്ങളെ, മക്കളില്ലാത്ത പ്രവാസി സഹോദരങ്ങളെ, തസ്ബീഹുമാല കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ചൊല്ലട്ടെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 1ഉം 2ഉം പ്രാവശ്യമല്ല, നിരന്തരം അനേകായിരം പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലണം. 2ാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഫഅൈന അന്താ മിൻ കസറത്തി സ്വദഖ. ധാരാളം
ധാരാളം സ്വതക്ക ചെയ്യുക. എത്ര കൊടുത്താലും മതി വരാറ് മക്കളില്ലാത്തവരെ സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കുക, സ്വതക്ക കൊടുത്തുകൊണ്ടിരിക്കുക. അള്ളാഹു അത് കണ്ടുകൊണ്ട് നിനക്ക് മക്കളെ തരുന്നതാണ്. പാവപ്പെട്ടവർക്ക്, പട്ടിണി കിടക്കുന്നവർക്ക്, വീടില്ലാത്തവർക്ക്, തൃശൂർ ജില്ലയുടെ കുന്നംകുളത്ത് 10ഓളം വരുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 5 ലക്ഷത്തോളം വില വരുന്ന 50 ലക്ഷത്തിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ പഞ്ചായത്തിൽ നിന്ന് 50,000 രൂപ കിട്ടുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പൊരിവെയിലത്ത് സർട്ടിഫിക്കറ്റും ഫയലുകളുമായി പഞ്ചായത്തിന്റെ മുമ്പ് പോയി വെയിലുകൊണ്ട് തളർന്നു വീഴുന്ന പാവപ്പെട്ട മുസ്ലിം ഉമ്മമാർക്ക് കിടന്നുറങ്ങാൻ 5 ലക്ഷത്തോളം വില വരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ പേര് പറഞ്ഞുകൊണ്ട് സഹായം ചെയ്യുമ്പോ ഉറപ്പായിട്ടും അല്ലാഹുവേ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതിന് സഹായിക്കുന്ന, അതിന്റെ മുന്നിൽ നിൽക്കുന്ന, അതിനു വേണ്ടി ഓടി നടക്കുന്ന സർവർക്കുമല്ല കുടുംബ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്യിച്ചു കൊടുക്കണേ നാഥാ. ധാരാളം സ്വതക്ക ചെയ്യുക. അള്ളാഹു നമ്മുടെ മക്കള് നമുക്ക് അള്ളാഹു തരും. ഉള്ള മക്കളിൽ അള്ളാഹു ബറക്കത്ത് തരും. എല്ലാവർക്കും ഒരു കവർ തന്നിട്ടുണ്ടാവും നമ്മുടെ കുന്നംകുളം KMCCയുടെ പ്രവർത്തകർ. ആരെയും നിർബന്ധിക്കാനും ഒന്ന് വിഷമിപ്പിക്കാനും ഒന്നുമല്ല. നമുക്ക് സാധിക്കുമെങ്കിൽ എന്തൊരത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്. മഴ പെയ്താൽ വെള്ളം വീഴാതെ കിടന്നുറങ്ങാൻ, വെള്ളമകത്ത് വീഴാതെ കിടന്നുറങ്ങാൻ, മക്കളുമായി സന്തോഷത്തോടെ തന്റെ അയൽവക്കത്ത് താമസിക്കുന്നവരെ പോലെ രാജകലയിൽ തന്നെ ജീവിക്കാൻ, ഒരു മുസ്ലിം തലയിൽ തട്ടമിട്ട മുസ്ലിം ഉമ്മാക്ക് കിടന്നുറങ്ങാൻ സുരക്ഷിതമായ ഒരു ഭവനം കൊടുക്കുമ്പോൾ, പാവപ്പെട്ട് വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന നമ്മുടെ വിയർപ്പിന്റെ ഒരു തുള്ളി അതിലുള്ളത് ബറക്കത്താണ്. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്നവരൊക്കെ അതിനകത്ത് ചെയ്ത് അതിന്റെ സംഘാടകരെ ഏൽപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരിയായ പ്രിയപ്പെട്ട സഹാബിയോട് പറഞ്ഞു കൊടുത്തു. ആ സഹാബിക്ക് 9 മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. പക്ഷെ ഇവിടെ ചിലപ്പോൾ ദുആ ചെയ്യേണ്ട കാര്യമില്ല, ചിലപ്പോൾ നേർച്ചകൾ നേരേണ്ട കാര്യമില്ല. അതൊന്നുമില്ലാതെ അത്ഭുതകരമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യമുള്ള മക്കളെ തരുന്നുണ്ട്. പലരും നമ്മളാരും അള്ളാഹുവിനോട് മക്കളെ വേണമെന്ന് ദുആ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ നമുക്ക് മക്കളെ തന്നവരായിരിക്കാം. തരുമ്പോ ചിലപ്പോ 3 ആൺമക്കളായിരിക്കാം, ചിലപ്പോ 4 പെൺമക്കളായിരിക്കാം, ചിലപ്പോ 7 ആൺമക്കളായിരിക്കാം, ചിലപ്പോ 8 പെൺമക്കളായിരിക്കാം. അങ്ങനെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിശ്ചയങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അത് അള്ളാഹു തന്നെ തീരുമാനിക്കും. ഇതൊക്കെ ചെയ്ത് നിരന്തരം പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി സ്വതക്ക ചെയ്ത് എന്നിട്ടും അള്ളാഹു ഉസ്താറെ നമുക്ക് മക്കളെ തന്നില്ല എന്ന് പ്രയാസപ്പെടുന്നവരെ മനസ്സുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്ത് ഒരു കുഞ്ഞിനെ പോലും പ്രസവിച്ചിട്ടില്ല. മുല്ല റസൂലിനുൾ വല്ലഭമാരല്ലേ കുല്ലും ഈ മാലയിൽ ഞാൻ ചൊല്ലുന്നതാണല്ലേ. അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാതെ വിട പറഞ്ഞു പോയവളാണ്. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന് വരെ 20 കൊല്ലം കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ മനസ്സിന് ഒരു സമാധാനം കൊടുക്കാൻ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവൾ പോലും പ്രസവിച്ചിട്ടില്ല. അള്ളാഹുവേ, ഇത്രത്തോളം അടിമകളെ സന്തോഷിപ്പിക്കുന്ന നാഥ, അവന്റെ മനസ്സിന്റെ സങ്കടം പോലും മാറ്റുന്ന പടച്ചവന് എത്ര അൽഹംദുലില്ലാ പറഞ്ഞാലും മതി വരൂല അല്ലാ, മതി വരൂല അല്ലാ. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. ഖുർആൻ പറയുന്നതെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി. ആകാശഭൂമികളുടെ പരമാധികാരം ആർക്കാണ്? അല്ലാഹുവിനാണ്. ചില സഹോദരിമാര് പറയൂലേ, അപ്പുറത്തെ സൈനബ പ്രസവിച്ചത് ചന്ദ്രൻ ഡോക്ടറെ കാണിച്ചത് കൊണ്ടാണ്, ശുക്കൂർ ഡോക്ടറെ കാണിച്ചത് കൊണ്ടാണ്, ദിലീപ് ഡോക്ടറെ കാണിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും ഒന്ന് അവിടെ കാണിച്ചാൽ എന്താ? ഖുർആൻ പറയുന്നു, പെങ്ങളെ, അതുകൊണ്ടല്ല. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർളി. ആകാശഭൂമിയുടെ പരമാധികാരം അല്ലാഹുവിന് മാത്രമാണ്. അത് കൈകാര്യം ചെയ്യാൻ പടച്ചതമ്പുരാ ആർക്കും അർഹത കൊടുത്തിട്ടില്ല, അവകാശം കൊടുത്തിട്ടില്ല. യഖ്ലുഖു മാ യശാ. അവൻ ഉദ്ദേശിക്കുന്നതിനെ അല്ലാതെ ദുനിയാവിൽ അല്ലാഹു പടയ്ക്കുകയില്ല.
അള്ളാഹു ഉദ്ദേശിക്കുന്നതിനെ മാത്രമാണ്, പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുന്നതിനെ മാത്രമാണ് ഈ ദുനിയാവിന്റെ തൊലിക്കു പുറത്ത് അള്ളാഹു പടയ്ക്കുന്നത്. വേറെ ഒന്നിനും ഒരാൾക്കും അതിന് കഴിവ് അള്ളാഹു അല്പം കൂടി വെച്ചു, അല്പം കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. അള്ളാഹു മാത്രമാണ് എന്ത് പടച്ചതമ്പുരാൻ ഉദ്ദേശിക്കുന്നുവോ അവൻ അതിനെ പടയ്ക്കും. വേറെ ആർക്കും അതിൽ കൈകടത്താനുള്ള അർഹതയും അവകാശവും അള്ളാഹു കൊടുത്തിട്ടില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വയഹബു ലിമൻ യശാഉ ഇനാസ, ചിലർക്ക് അള്ളാഹു പെമ്മക്കളെ കൊടുക്കും, ചിലർക്ക് അള്ളാഹു പെമ്മക്കളെ കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുകൂറ, ചിലർക്ക് അള്ളാഹു ആമക്കളെ കൊടുക്കും. ഇത് അള്ളാഹുവാണ് തരുന്നത്. അല്ലാതെ പെമ്മക്കളെ 4 പെമ്മക്കളെ പ്രസവിച്ചിട്ട് ഭാര്യയോട് അവൻ പറയുകയാണ്, നിന്റെ കുടുംബത്തിലെല്ലാം പെമ്മക്കളായി പോയത് കൊണ്ടാണ് നിനക്കും പെമ്മക്കളെ കിട്ടിയത് എന്ന് പറയാൻ പാടില്ല. കാരണം ഇത് അള്ളാഹുവാണ്. വയഹബു ലിമൻ യശാഉ ദുകൂറ വയഹബു ലിമൻ യശാഉ ഇനാസ. ചിലർക്ക് അള്ളാഹു ആമക്കളെ കൊടുക്കും, ചിലർക്ക് അള്ളാഹു പെമ്മക്കളെ കൊടുക്കും. എനിക്ക് എത്ര മക്കളാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കാരണം എല്ലാ കാസറ്റിലും പറയുന്നുണ്ട്. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ, ദയവ് ചെയ്ത് ഇനി മക്കളുടെ എണ്ണം നിങ്ങൾ സ്റ്റേജിൽ കയറി പറയരുത്. നിങ്ങൾ അബൂദാബിയിലെ പോണെന്നൊക്കെ എനിക്കറിയാം, ദയവ് ചെയ്ത് അവിടെയും കൂടെ പോയി കുളമാക്കരുത്. 3 ആമക്കളെ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, മക്കളെ വിഷയമല്ലേ. 3 ആമക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, പെൺകുട്ടി വേണം, വലിയ ആഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരോടും അല്ലെങ്കിൽ നേതൃത്വത്തിനോടൊക്കെ പറയാണ്, നിങ്ങൾ ദുആ ചെയ്യണം, പെൺമക്കൾ വേണം. ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, പെൺകുട്ടികൾക്കാണ് ഉപ്പമാരോട് വല്ലാത്ത സ്നേഹമെന്ന്. എനിക്കറിയില്ല, ഇല്ലാത്തതുകൊണ്ട്. ഉള്ളവർക്കറിയാം, പെൺകുട്ടികൾക്ക് വല്ലാത്ത സ്നേഹമാണ്. ഉപ്പ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുകമ്പയും സ്നേഹവുമാണ്. അവസാന സമയം ആ പെൺമക്കളെ ഉണ്ടാവുകയുള്ളൂ ഉപ്പാക്ക് വെള്ളം കൊടുക്കാൻ എന്നാണ് ചില ആൾക്കാരൊക്കെ പറയുക. അതുകൊണ്ടൊരു പെൺകുട്ടി വേണം എന്ന ആഗ്രഹമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം തഴഞ്ഞതല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ ജീവിതം 10 വയസ്സാകുമ്പോൾ തന്നെ പോണ പോക്കൊക്കെ വളരെ മോശമായ രീതിയിലാണ്. ബൈക്കിലൊക്കെ യൂറോപ്യൻ ക്ലോസിറ്റി ഇരിക്കണമാതിരി ഇരിക്കണം. അതുകൊണ്ട് തന്നെ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു മനസ്സിലൊരു ഭയമാണ്. എത്ര അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, എത്ര ദുരന്തങ്ങൾ, നമ്മുടെ മക്കൾ തെറ്റിപ്പോകുമോ എന്ന പേടി ഓരോ സെക്കൻഡിലും മനസ്സിൽ വരികയാണ്. അള്ളാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിച്ചു തരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക്. എന്നാൽ ചിലർക്ക് അള്ളാഹു പെൺമക്കളെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആൺമക്കളെ കൊടുത്തിട്ടില്ല. അതും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഖുർആൻ പറയുകയാണ്, വയഹബു ലിമൻ യശാഉ ഇനാസ, ചിലർക്ക് അല്ലാഹു പെൺമക്കളെയാണ് കൊടുക്കുന്നത്, ചിലർക്ക് അല്ലാഹു ആമക്കളെയാണ് കൊടുക്കുന്നത്, ചിലർക്ക് അല്ലാഹു ആണിനെയും പെണ്ണിനെയും കൊടുക്കുകയാണ്. എന്തോ ഒരു സന്തോഷമാണ്. ഉമ്മമാർക്ക് കൊതിയുണ്ടാവുകയില്ലേ, പൊന്നുമോളെ ഒന്ന് കുളിപ്പിക്കുവാൻ, പെൺമക്കളെ ഒരുക്കാൻ വലിയ താല്പര്യമാണ് ഉമ്മമാർക്ക്. ആൺമക്കളെ ഒരുപാട് ഒരുക്കേണ്ട കാര്യമൊന്നുമില്ല. ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് ഇട്ട് കൊടുത്താൽ കുളിച്ചിറങ്ങി അവൻ തിരിച്ചു വരും. അവനെ പിന്നെ പൊട്ടുതൊണ്ട തല ചെവി കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം അവൻ റെഡി ആയിക്കോളും. പെൺമക്കളാണെങ്കിലോ കൊണ്ടുവന്ന് മുടി അങ്ങോട്ട് ചീകി, വാപ്പാന്റെ മോളെ ചക്കര കുടമേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു കുത്ത അവിടെ ഒരു കുത്തൊക്കെ കൊടുത്ത് ഇങ്ങനെ റെഡിയാക്കി എടുത്ത്, പിന്നെ ഫ്രോക്ക്, അത് ഇവിടെ ഹൂക്ക് അവിടെ ഹൂക്കൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായി ഒരുക്കി ഇറക്കി, തങ്കക്കുട ഇമ്മച്ചിയുടെ പൊന്നു മോള എന്നൊക്കെ പറഞ്ഞൊരു മുത്തം കൊടുക്കും. ഒരു സുഖമാണ്. അപ്പൊ അതൊരു പെണ്ണിന്റെ സ്വപ്നമാണ്, അതൊരു ഉമ്മയുടെ മനസ്സിന്റെ താല്പര്യമാണ്. ഇതെല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് മാത്രമേ ആൺമക്കളെയും പെൺമക്കളെയും കൊടുക്കുകയുള്ളൂ. ചിലർക്ക് ആൺമക്കളെ മാത്രം, ചിലർക്ക് പെൺമക്കളെ മാത്രം. ഇത് ഖുർആൻ പറയുന്നതാണ്. എന്നിട്ട് ആ ഖുർആനിന്റെ മറ്റു ഭാഗം പറയുകയാണ്, സൂറത്ത് ശൂറയാണ്, 49, 50 ആയത്തുകളാണ്. അല്ലാഹു പറയുന്നു, വയജ്അലു മൻ യശാഉ അഖീമാ. ഏത് ഡോക്ടറുടെ മുന്നിൽ പോയാലും എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്ന് കഴിച്ചാലും ചിലർക്ക് അല്ലാഹു മക്കളെ കൊടുക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. ചിലർക്ക് അല്ലാഹു മക്കളെ കൊടുക്കൂല, ചിലർക്ക് പ്രസവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കൂല എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറയുകയാണ്. അതുകൊണ്ട് മക്കളെ തന്നവരെ, ആ മക്കളെ അനുഗ്രഹമാക്കണ്ടേ പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ? ഒളിക്യാമറകളുമായി ഉമ്മ കിടക്കുന്ന റൂമിൽ വരെ കടന്നു വരുന്ന മക്കളുടെ രംഗമാണ് ഇന്ന് കേരളത്തിന് കാണാൻ കഴിയുന്നത്. മാതാവ് കിടന്നുറങ്ങുമ്പോ ആ കിടപ്പറയിലേക്ക് ക്യാമറയുമായി കടന്നു വരുന്ന 15കാരനെ സഹിക്കാൻ കഴിയാറ് കേരളം വിമ്മിപ്പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ, അതേ 16 വയസ്സുവരെ പോറ്റി വളർത്തിയ മാതാവിന്റെ നെഞ്ചത്ത് ചവിട്ടയിട്ട് തെങ്ങുകയറ്റക്കാരന്റെ കൂടെ തന്റെ രാജാവ്
രാജാത്തിയെപ്പോലെ നോക്കിയിരുന്ന പൊന്നുമോൾ ഇറങ്ങിപ്പോകുമ്പോ കേരളം അത് കണ്ടുകൊണ്ട് വീർപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോ വിദേശ രാജ്യത്ത് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികളെ, മൊബൈലിനകത്ത് മക്കളുടെ ഫോട്ടോ, ലാപ്ടോപ്പിനകത്ത് മക്കളുടെ ഫോട്ടോ, ചുവര് നിറച്ച് മക്കളുടെ ഫോട്ടോ, മനസ്സ് നിറച്ച് മക്കളുടെ ഫോട്ടോ, മക്കളുടെ ചിന്ത, മക്കളുടെ ഓർമ്മ, ആ രീതിയുമായി കഴിഞ്ഞുകൂടുന്ന പ്രവാസികളെ, പ്രവാസി ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അവസാനമതാ ഒരു പെട്ടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പാതിരാത്രി 12 മണിക്ക് കള്ളുകൊടിച്ച് 4 കാലിൽ വീട്ടിലേക്ക് കയറി വരുന്ന 18-കാരനായി നിന്റെ പൊന്നുമകൻ മാറാതിരിക്കാനാണ് എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾക്ക് വേണ്ടി ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി നമ്മുടെ മയ്യത്ത് കട്ടിൽ പിടിച്ചുകൊണ്ട് കണ്ണുനീര് ഈമാനോടെ കണ്ണുനീര് തൂകി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നമ്മുടെ കബറിൽ കൊണ്ടുവച്ചിട്ട് അല്ലാഹുവേ 10 കൊല്ലം ഗൾഫിൽ നിന്ന് വാപ്പിച്ചിയാ, 20 കൊല്ലം വിദേശ രാജ്യത്ത് കഷ്ടപ്പെട്ട ഉപ്പച്ചിയാ, 45 കൊല്ലം വിദേശ രാജ്യത്ത് പണിയെടുത്ത് സുഖമെന്തെന്നറിയാത്ത എന്റെ ഉപ്പച്ചിയാ എന്ന് പറഞ്ഞുകൊണ്ട് കബറിന്റെ ചാരവം നിരുന്നുകൊണ്ട് യാസീനോദി ദുആ ചെയ്യുന്ന ഒരു മോനെ നിനക്ക് വേണ്ടേ എന്റെ പ്രിയപ്പെട്ട ഗൾഫുകാരാ. അതിനുവേണ്ടിയാണ് മോനെ ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തത്. നമ്മുടെ മക്കളെ കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകുന്ന പിശാചുബാധയേറ്റവരായി പിശാചിന്റെ പൈശാചിക പ്രേരണ കൊണ്ട് പരാജയത്തിന്റെ പടികുടിയിലേക്ക് വീണുപോകുന്ന ഒരവസ്ഥ നമ്മുടെ മക്കൾക്കുണ്ടാകാൻ പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ അനുഗ്രഹമാക്കണം, ശാപമാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും പിറന്നു വീഴുന്നത് ശുദ്ധ ഹൃദയത്തിലാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അതാണ് ആ മക്കൾക്ക് കിട്ടുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ, ഇപ്പോ ഇവിടെ പ്രസവിക്കപ്പെടുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 5 വയസ്സുവരെ 6 വയസ്സുവരെ ഇവിടെ വളർന്നാൽ അവന് പിന്നെ അറബി ഭാഷ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അതവൻ നഴ്സറിയിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ അതവൻ കേൾക്കുന്നു, സ്വാഭാവികമായും അതവൻ പറയുന്നു. തമിഴ്നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞ് കടവുളെ കാപ്പാത്തുങ്കോ എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ ജനിക്കുന്ന കുഞ്ഞ് അള്ളാഹുവെ തമ്പുരാനെ കാത്തിരക്ഷിക്കണേ എന്ന് പറയുന്നു. ഇതൊക്കെ ആ മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഉമ്മയും ഉപ്പയുമാണ്. ഇതുപോലെ നന്മകൾ മാത്രം മക്കളുടെ മനസ്സിലേക്ക് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മക്കൾക്ക് കൊണ്ടുവരും. ഒരു ഉപ്പ എന്നോട് പറഞ്ഞതാ, ഉസ്താദേ എന്റെ മകൻ എന്റെ മുമ്പ് നിന്ന് സിഗരറ്റ് വലിച്ചു, ഞാൻ ഞെട്ടിപ്പോയി. എന്റെ മകൻ എന്റെ മുമ്പ് നിന്ന് സിഗരറ്റ് വലിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാൻ അവനോട് ചോദിച്ചു, എടാ വാപ്പാടെ മുമ്പ് നിന്നാണോ സിഗരറ്റ് വലിക്കുന്നത്? അവൻ തിരിച്ചു ചോദിച്ചു, വാപ്പയല്ലേ, പെട്രോൾ പമ്പൊന്നും അല്ലല്ലോ എന്നാ. അവൻ തിരിച്ചു ചോദിച്ചത് വാപ്പയല്ലേ, പെട്രോൾ പമ്പൊന്നും അല്ലല്ലോ എന്നാ. കാരണം സിഗരറ്റ് വലിക്കാൻ പാടില്ലാത്തത് പമ്പിൽ മാത്രമല്ലേ. വാപ്പാടെ മുമ്പേ എന്തുമാവാം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ മക്കൾ. നമ്മുടെ മക്കൾ അങ്ങനെ ആവരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മനസ്സ് നിറച്ച് നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ കൽബ് നിറച്ച് നിങ്ങളുടെ മക്കളാണ്. ശമ്പളം വാങ്ങുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ചിത്രമാണ് ഓരോ നോട്ടിലും നിങ്ങൾ കാണുന്നത്. അവന്റെ ബാഗ്, അവന്റെ പുസ്തകം, അവളുടെ ജീവിതം, അവളുടെ ജീവിത രീതി, അതൊക്കെ മനസ്സിൽ കാണുമ്പോൾ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതത്തിൽ പിറന്നു വീടുന്ന നമ്മുടെ മക്കളെ കൈവിട്ട് കളയല്ലേ. അവർക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് നല്ല ജീവിത രീതി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെയ്തു കൊടുക്കണം. അതിന് ഒന്നാമത് ചെയ്യാനുള്ള കാര്യമെന്താ? എന്റെ മുമ്പ് വന്നിരിക്കുന്നവരെ, 2 വയസ്സുള്ള മക്കളുള്ളവരെ, 4 വയസ്സുള്ള മക്കളുള്ളവരെ, 5 വയസ്സുള്ള മക്കളുള്ളവരെ, അതിനൊന്നാമത് ചെയ്യാനുള്ള കാര്യം പറയുകയാ. ഓരോ കാര്യവും ശ്രദ്ധിക്കണം, ഓരോന്നും. ഈ പറയുന്നത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഘട്ടം ഘട്ടമായി ഓരോന്നും നോക്കിയെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഒരിക്കലും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ശാപമാവൂല. അള്ളാഹു നമ്മുടെ മക്കളെ നമുക്ക് അനുഗ്രഹമാക്കി തരട്ടെ. ഒന്നാമത്തെ കാര്യം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്. ഇന്ന് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ആ മക്കൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ അള്ളാഹുവിടെ അസുഖം മാറ്റി കൊടുക്കണേ എന്ന ദുആ അല്ലാതെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുറെ കാലം കഴിഞ്ഞത് ഓല കൊണ്ട് 4 സൈഡും മേഞ്ഞ ഒരു വീട്ടിലാണ്. അവിടെ കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയലുണ്ട്, അന്നും എന്റെ ജ്യേഷ്ഠൻ വിദേശ രാജ്യത്താണ്, അന്ന് കിടക്കുമ്പോൾ പറയാറുണ്ട്, അള്ളാഹു എന്റെ മകൻ അക്കരയാണ്. കിടക്കുമ്പോൾ ആ ഉമ്മമാര് ഓർമ്മിക്കാറുണ്ട് അവരുടെ മക്കളെ, നാളത്തെ ഖബർ ജീവിതത്തെ, മക്കളുടെ ഭാവി ജീവിതത്തെ. ഇതൊക്കെ രാത്രിയിൽ ഒരൊറ്റ
ചിന്ത കൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും കൽബിലേക്ക് കടന്നു വരുമെങ്കിൽ ഇന്നും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൽബിലേക്ക് അത് വരണം. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എപ്പോഴും മുതലാ ദുആ ചെയ്യാനുള്ളത്? എപ്പോഴും മുതലാ? നീ ഗർഭവതിയാണെന്നറിയുന്ന സമയം മുതൽ പെങ്ങളെ നിന്റെ വയറ്റിലേക്ക് കൈവച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥനയായിരിക്കണം. വിദേശ രാജ്യത്തേക്ക് വന്ന നിന്നെ ഭാര്യ ഫോൺ വിളിക്കുകയാണ്, വിളിച്ചു പറയും നിക്കാ അൽഹംദുലില്ലാഹ് ഞാൻ ഗർഭവതിയാണ്. ഇത് പറയുമ്പോ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, അവിടെ ഉടൻ തന്നെ അടുത്തുള്ള പള്ളിയിലേക്ക് ചെല്ലുക, കൈകാലുകൾ കഴുകുക, എന്നിട്ട് ആ പള്ളിക്കകത്ത് കയറി 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് കണ്ണുനീരോടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പടച്ചവനെ, ഞാനിങ്ങ് വിദേശത്താണ്, എന്റെ ഭാര്യക്ക് ഒരു തകരാറും വരാതെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. മദീനയുടെ മണവാളന്റെ മടിത്തട്ടിലേക്ക് 100 കണക്കിന് സലാത്ത് ചൊല്ലിയിട്ട് അന്നു മുതൽ നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം കേട്ടോ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഏറ്റവും വിലപ്പെട്ട പ്രാർത്ഥന ഉമ്മയുടേതാണോ ഉപ്പയുടേതാണോ? ആരുടേതാണ്? ഉമ്മയുടെ പ്രാർത്ഥന. അത് സംശയം വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഉമ്മയുടെ വാക്ക് മക്കൾക്ക് കിട്ടുന്നത് വളരെ ഗൗരവമാണ്. അതുകൊണ്ട് മുകൾ ഭാഗത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, മക്കൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നത് അള്ളാഹു സ്വീകരിക്കുമെങ്കിൽ, മക്കൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്നത് അള്ളാഹു കബൂലാക്കുമെങ്കിൽ, മോശമായ ഒരു വാക്കും മക്കൾക്കെതിരെ നിങ്ങൾ പറയാൻ പാടില്ല. ചില ഉമ്മമാര് പറയൂലേ, ശൈത്താനെ എന്ന് വിളിക്കും മക്കളെ. ആ വാക്ക് അള്ളാഹു സ്വീകരിച്ചാൽ പിന്നെ അവൻ ആ നാട്ടിലെ ഏറ്റവും നമ്പർ 1 ശൈത്താനായിരിക്കും. ചില ഉമ്മമാര് പറയൂലേ, എടാ കുരുത്തം കെട്ടവനെ എന്നുമ്മ വിളിക്കും. ആ വാക്ക് അള്ളാഹ് കബൂലാക്കിയാൽ നിന്റെ മകൻ കുരുത്തം കെട്ടവനായിരിക്കും. പിന്നെ വടംകയറിൽ ഓതിക്കെട്ടിയാലും അവൻ നന്നാവൂല. എന്തുകൊണ്ടാണ്? ഇത് പ്രശ്നമാണല്ലോ. ഉമ്മമാരുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ഉമ്മമാരാകെ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് മീൻ ഇറക്കുക എന്നത്. അബുദാബിയിലെ മീനെ ഞാൻ കണ്ടു. പടച്ചവന്, അബുദാബിയിലെ ഫിഷ് മാർക്കറ്റിൽ പോയി മീൻ ഞാൻ കണ്ടു. വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ട് എവിടെ നിൽക്കാന്ന് വെച്ച് ഞാൻ പറഞ്ഞു സുൽത്താൻ ഇബ്രാഹിം. പെണ്ണ് പറയാം റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു മീന്റെ പേരാണ്, ഷെയ്ഖിന്റെ പേരല്ല. എന്ത് പവറാ മീനൊക്കെ കിടക്കുന്നത്, ഗമയിലല്ലേ കിടക്ക. നമ്മളിവിടെ ആണെങ്കിൽ ചാളയ വാളയ ചൂര എന്ന് പറഞ്ഞ് കുറെ സാധനങ്ങൾ. ഇവിടെ വന്നപ്പോഴേ സുൽത്താൻ ഇബ്രാഹിം, മൂസ, ഈസ എന്നൊക്കെ പറഞ്ഞു കുറെ മീന. നിങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ, സുൽത്താൻ ഇബ്രാഹിം ഒക്കെ അല്ലേ രാവിലെ കഴിക്കാൻ. അപ്പോ ഞാൻ പറയുന്നത്, നമ്മുടെയൊക്കെ നാട്ടിൽ ആ മത്സ്യം ഇങ്ങനെ തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരിമാർ നല്ല ഒരുക്കമാണ്. കത്തിയൊക്കെ അങ്ങോട്ട് മിനുസപ്പെടുത്തി വലിയ ഇഖ്ലാസോടുകൂടിയാണ് ഇരിക്കുക. വേറെ ഒരു കാര്യത്തിനും ഇത്ര ഇഖ്ലാസ് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 വയസ്സുള്ള കുഞ്ഞു വന്നിട്ട് പൈപ്പ് തുറന്ന് ഉമ്മാടെ തലയിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഉമ്മാക്ക് ദേഷ്യം ഒരു കത്തി കൊണ്ട് ശൈത്താൻ ഇപ്പൊ വിട്ടും. ഈ ഒരൊറ്റ വാക്ക് പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. മക്കളെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ മാത്രമല്ല, പ്രിയമുള്ളവരെ, മക്കൾക്കെതിരെ ആ മക്കളെ ശപിച്ചവനെ, ആ മക്കളെ ശൈത്താനെ, പിശാചേ, കഴുതേ, കുരുത്തം കെട്ടവനെ എന്നൊക്കെ വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ വാക്കുപോലും അല്ലാഹു സ്വീകരിച്ചാൽ നിന്റെ മക്കൾക്ക് സർവനാശമാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി റളിയല്ലാഹു തആല അൻഹു. ബുഖാരി ഇമാമിന്റെ പേര് കേട്ടിട്ട് ഒരു പരിചയമില്ലാത്ത പോലെ. ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി, ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി, ബഹുമാനപ്പെട്ട ഇമാമുനാ ബുഖാരി. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് തർദിയത്ത് പറയാനുള്ളത്? മഹാന്മാരെ ചവിട്ടിക്കളന്ന് ഈ ലോകത്ത് ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരുതണ്ട. ബുഖാരി ഇമാമിന് കുഞ്ഞുനാള് മുതൽ കാഴ്ചശക്തിയില്ലായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മാക്ക് വല്ലാത്ത സങ്കടമായി, ഉമ്മാടെ മനസ്സിൽ വല്ലാത്ത വിഷമമായി. ഓരോ ദിവസവും ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ എന്റെ പൊന്നുമോന് കാഴ്ച കൊടുക്കണേ അല്ലാ, എന്റെ തങ്കക്കുടത്തിന് കാഴ്ച കൊടുക്കണേ അല്ലാ. 1-2 ദിവസമല്ല, ദുആ ചെയ്ത് അവസാനം ബുഖാരി ഇമാമിന്റെ ഉമ്മ ഒരു രാത്രിയിൽ സ്വപ്നം കാണുകയാണ്. ആരെയാണ് കാണുന്നതെന്നറിയോ? ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബുഖാരി ഇമാമിന്റെ ഉമ്മ സ്വപ്നം കാണുകയാണ്.
സ്വപ്നത്തിലെന്താ പറഞ്ഞത്? ഉമ്മമാരെ സ്വപ്നം കാണണ്ടേ, മഹാന്മാരെ സ്വപ്നം കാണണ്ടേ. കുങ്കുമപ്പൂവും മഴവിൽ മനോരമയുടെ വെറുതെയല്ല ഭാര്യയൊക്കെ കണ്ടുകൊണ്ട് അത്ഭുതത്തിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, യാസീനോദി ദലായിലുൽ ഖൈറാത്ത് ഓതി ഹദ്ദാദ റാത്തീബ് ഓതി ഒരുപാട് സലാമത്തുൽ ഈമാൻ ദുആ ഉൾപ്പെടെ നമ്മുടെ ഉമ്മമാരൊക്കെ ഓതി തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ നിരന്തരം ഓതി 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 അല്ലാഹുവിന്റെ മഹാന്മാരെ സ്വപ്നത്തിലൂടെ കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സ് വെക്കുക. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ബുഖാരി ഇമാമിന്റെ പ്രിയപ്പെട്ട മാതാവ് സ്വപ്നം കാണുകയാണ്. ആരെ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ. ആ സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ടവരെന്താ പറഞ്ഞതെന്നറിയുമോ? യാ ഹാദിഹി ഖദ് റദ്ദല്ലാഹു അലാ വലദികി മസറത്തൻ, അതേ ലികസറത്തി ദുആഇകി. അല്ലയോ പെങ്ങളെ, നിങ്ങളെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ പൊന്നുമോൻ ബുഖാരിക്ക് അള്ളാഹു കാഴ്ചശക്തി കൊടുത്തിരിക്കുകയാണ്. ഒരൊറ്റ രാത്രിയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തതാണ്. രാവിലെ പൊന്നുമോന്റെ അരികിലേക്ക് ചെന്നപ്പോൾ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അരികത്തേക്ക് വരികയാണ്. ഉമ്മമാർ എന്നും മക്കൾക്കൊരു ഒന്നാമത്തെ വിദ്യാലയം ഉമ്മയാണ്. നമുക്കറിയാം ഖുത്ബുൽ അഖ്താബ് ലൗസുൽ ആലമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ബഹുമാനപ്പെട്ടവർ കുഞ്ഞുനാളിൽ ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര പോയപ്പോൾ വഴിയിൽ കൊള്ളക്കാരി പിടിച്ച സംഭവം നമുക്കറിയാം. പിടിച്ചിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്റെ കയ്യിൽ സ്വർണ്ണ നാണയം ഉണ്ടെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. അവർ ചോദിച്ചു, എന്തേ നീ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞത് എന്തേ? സാധാരണ നമ്മൾ പിടിക്കുന്നവരാരും അങ്ങനെ പറയലില്ലല്ലോ. ആ സമയത്തെന്തേ? കള്ളം പറയല്ല എന്നും ആ ചൊന്നാരേ, കള്ളന്റെ കയ്യിലെ പൊന്നു കൊടുത്തീരേ. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് കളവ് പറയരുതെന്നാണ്. അതുകൊണ്ട് ലോകത്ത് എന്ത് സംഭവിച്ചാലും ആ ഉമ്മാടെ വസിയത്ത് ഞാൻ മറക്കൂലെന്ന് ലോകത്ത് ഔലിയാക്കന്മാരുടെ കസേരയിൽ ഇരിക്കുന്ന ഖുത്ബുൽ അഖ്താബ് ലൗസുൽ ആലമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഉമ്മമാർ എന്നും മക്കൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടിക്കൊടുത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. പിന്നെ ഇവിടെ ചില ഭാര്യ ഭർത്താക്കന്മാർ താമസിക്കുന്നുണ്ട്. മക്കൾ എവിടെയെന്ന് ചോദിച്ചാൽ അവർ നാട്ടിൽ ബോർഡിങ്ങിലാണ്, ലോഡിങ്ങിലാവും. ഇവിടെ തിരിച്ചു ചെല്ലുമ്പോൾ ലോഡിങ്ങിനായിരിക്കും. കുറ്റപ്പെടുത്തിയതല്ല, ബോർഡിങ്ങിൽ ചേർത്ത് മക്കളെ പഠിപ്പിക്കണമെന്നല്ല. ഉമ്മയുടെ അടുത്ത് മക്കൾ നിൽക്കേണ്ട സമയം ഉമ്മയുടെ അടുത്ത് തന്നെ നിൽക്കണം, ഉറപ്പായിട്ടും നിൽക്കണം. ആലോചിച്ചു നോക്ക്, നമ്മൾ എത്രയോ ഉമ്മമാരും ഉപ്പമാരും മക്കളെ നാട്ടിലാക്കിയിട്ട് നോക്കാൻ വേലക്കാരി ഏൽപ്പിച്ചിട്ട് പഠിപ്പിക്കാൻ ടീച്ചർമാരെ ഏൽപ്പിച്ചിട്ട് ഉമ്മയും ഉപ്പയും സുഖിക്കാൻ വേണ്ടി കടല് കടന്നു വരുമ്പോ ആ മക്കളെ കഴിഞ്ഞിട്ട് എന്ത് സുഖമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ഒരുപാട് സങ്കടമാണ് ഇന്ന് കേരളം അതിന്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മക്കളുടെ ഒരു തരി സ്നേഹവും ഈ മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. അതുകൊണ്ട് മക്കളുടെ അരികിൽ ഉമ്മ ഉണ്ടായിരിക്കേണ്ട പ്രായത്തിൽ ഉമ്മ ഉണ്ടായിരിക്കണം. ഉമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉമ്മ തന്നെ പറഞ്ഞു കൊടുക്കണം. ഉപ്പ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉപ്പ തന്നെ പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ കാര്യം, ഒന്ന് ദുആ ചെയ്യുക. രണ്ട്, അദബ് പഠിപ്പിക്കുക, മര്യാദ പഠിപ്പിക്കുക. കവർ കൊടുത്തിട്ടുണ്ടോ? കഴിയാറാകുമ്പോ കളക്ട് ചെയ്യുക. ആരെങ്കിലും ഒന്നുണ്ട് സൗകര്യം പോലെ ചെയ്താൽ മതി. അദബ് പഠിപ്പിക്കുക. രണ്ടാമത്തെ അതാ. നമ്മൾ മദ്രസയിലേക്ക് മക്കളെ കൊണ്ടാക്കിയാൽ അലിഫ് എന്ന് പഠിച്ച് അബുൻ എന്ന് പഠിപ്പിച്ചാൽ പിന്നെ പഠിപ്പിക്കുന്നത് എന്താ ഉസ്താദ്? നമ്മുടെ നാട്ടിലൊക്കെ പഠിപ്പിക്കുന്നത് അദബുൻ എന്നാണ്. അബുൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അദബുൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മര്യാദ എന്നാണ്. അദബുൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മര്യാദ എന്നാണ്. ആ മര്യാദ സ്ലേറ്റിൽ എഴുതുന്നതിന് പകരം ആ കുഞ്ഞിന്റെ മനസ്സിൽ പതിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഉപ്പയും ഉമ്മയും ശ്രമിച്ചേ മതിയാവുകയുള്ളൂ. അള്ളാന്റെ റസൂല് പറയുന്ന കണ്ടോ, ഒരു ഉപ്പതന്റെ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തെന്നറിയുമോ? മദീനയുടെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ഒരു ഉപ്പതന്റെ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? മാ നഹല വാലിദും വലദും മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനി. ഏറ്റവും നല്ല മര്യാദയാണ്, ഏറ്റവും നല്ല മര്യാദയാണ്.
കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മര്യാദ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. നിങ്ങളുടെ ജീവിതമാണ് മക്കളുടെ ഡയറി, നിങ്ങളുടെ ജീവിതമാണ് മക്കളുടെ ഓർമ്മശക്തി, നിങ്ങളുടെ ജീവിതമാണ് മക്കളുടെ ഭാവന. അത് മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പ്രവാസികളെ, ലീവ് കഴിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് ചെല്ലുമ്പോ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ത്? കമ്പ്യൂട്ടറല്ല, ലാപ്ടോപ്പ് അല്ല, ട്രിപ്പിൾ ക്യാമറയുടെ മൊബൈലല്ല, പിന്നെ എന്താ? അതൊക്കെ കൊടുത്തോ. ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. അത് മര്യാദയാണ്, മര്യാദയാണ്. നിങ്ങൾ ആ മക്കളെ മര്യാദ പഠിപ്പിക്കണം. മര്യാദ എങ്ങനെയാണ് പഠിപ്പിക്കാൻ സാധിക്കുക? സെന്ററിന്റെ മുൻവശത്ത് വെളിയിലാണോ? ഗേറ്റിന് പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്നവർ, ആകെ നമുക്ക് അബുദാബി ഗവൺമെന്റ് സൗകര്യം ചെയ്തു തന്ന ഈ ഇതുകൂടി, ഈ സൗകര്യം കൂടി നമ്മൾ ഇല്ലാതാക്കരുത്. അള്ളാഹു ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. പ്രിയമുള്ളവർ, ഇത്രയും വലിയ ഏത് രാജ്യത്ത് നമുക്ക് കിട്ടും? അതുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് റോഡിൽ ദയവ് ചെയ്ത് ആരും തടിച്ചുകൂടി നിൽക്കരുത്. എല്ലാ സഹോദരങ്ങളും ആ വിഷയം ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ അകത്ത് കിടന്ന്, ഇച്ചിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അകത്ത് കിടന്നിരിക്കുക, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും രീതിയിൽ അത് ഒന്ന് ശ്രമിക്കുക. ഗേറ്റിന് പുറത്ത്, വെളിയിൽ, ഓഡിറ്റോറിയത്തിന് വെളിയിൽ തടിച്ചുകൂടി നിൽക്കുന്നത് കഴിവിന്റെ പരമാവധി ഇൻഷാ അല്ലാഹ് ഒഴിവാക്കുക. അപ്പോ പ്രിയമുള്ളവരെ, അദബ് പഠിപ്പിക്കുക. അദബ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെക്കുറിച്ചാണ്? മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെക്കുറിച്ചാണ്? ഇത് നിന്റെ ഉപ്പാപ്പയാണ്, ഇതിന്റെ ഉമ്മയാണ്, ഇതിന്റെ ഉമ്മുമ്മയാണ് എന്നല്ല. ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഗൾഫിലേക്ക് വന്നു പോയാൽ നിന്റെ ഭാര്യയോട് നീ പറഞ്ഞു കൊടുക്കണം. നിന്റെ മക്കളുടെ അരികിലിരുന്ന് ദിക്റ് ചൊല്ലണം. മക്കളുടെ അരികിലിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് ചൊല്ലുമ്പോൾ ആ മക്കളതിങ്ങനെ ചെവിടിലൂടെ കേൾക്കുകയാണ്. അതാണ് നിന്റെ മക്കളിലേക്ക് നീ മര്യാദയുടെ തുടക്കം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. 5 വയസ്സാകുമ്പോ മദ്രസയിലാക്കാമെന്ന് തീരുമാനിക്കുന്നതല്ല. അദബുൻ എന്ന വാക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നിന്റെ മക്കൾക്ക് സംസാരിച്ചു തുടങ്ങുമ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് കണ്ണുകൾ തന്നവനാരാണ്, കാലുകൾ തന്നവനാരാണ്, കാതുകൾ തന്നവനാരാണ്, എല്ലാം എല്ലാം അല്ലാഹു, എല്ലാം എല്ലാം അല്ലാഹു. ആ മക്കളെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിക്കണം. അതിനൊന്നും ഉമ്മമാർക്ക് എവിടെയാ നേരം? മഴവിൽ മനോരമയിൽ വെറുതെ ഇല്ല ഭാര്യ, ചാനലിനെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ സഹോദരിമാർക്ക് ഏറ്റവും താല്പര്യം അതിനോട്. അതുകൊണ്ട് പറഞ്ഞതാ, ചാനലുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള പരിപാടി നടത്തട്ടെ, അവരുടെ ബിസിനസിനെ ബാധിക്കുന്ന ഒന്നും ഞാൻ പറയില്ല. പക്ഷേ നമ്മുടെ സഹോദരിമാർ, തലയിൽ തട്ടമിട്ട സഹോദരിമാർ, എന്റെ പ്രിയമുള്ളവരെ, തലമറച്ചുകൊണ്ട് നിസ്കാര പിഴമ്പ് പോലും വരച്ചു വെച്ചിട്ട് ഭർത്താവിനോടുള്ള സ്നേഹം അഭിനയിച്ച് കരഞ്ഞു കാണിക്കുമ്പോ എന്തിനാ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അതിന്റെ മുന്നിൽ കമിഴ്ന്ന് കിടക്കുന്നത്? നിങ്ങൾക്ക് ഉപദേശിച്ചു പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകും. അത്രയ്ക്ക് വിലപ്പെട്ടതായി ചാനൽ പ്രോഗ്രാമുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ഭർത്താവിനോടുള്ള സ്നേഹം ഷൂട്ടിംഗ് നടത്തിയിട്ട് എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. 4 സൈഡും ഷൂട്ടിങ്ങിന് ലൈറ്റുമായിട്ട് നിൽക്കുമ്പോൾ അതിനകത്തിരുന്നു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും ഭർത്താവിനോടുള്ള സ്നേഹം ജനങ്ങളെ കാണിച്ചിട്ട് എന്റെ ഇക്കാനോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്, എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കും. ലിപ്സ്റ്റിക്ക് പോകാതെ കണ്ണിൽ തേച്ചിരിക്കുന്ന മരുന്നൊന്നും പോലെ ഇങ്ങനെ പതുക്കെ അങ്ങനെ തുടച്ചെടുക്കും. ഇതെന്ത് സ്നേഹമാണ്? ഈ സ്നേഹമാണോ എന്റെ പ്രിയമുള്ളവരെ നാം മാതൃകയാക്കേണ്ടത്? ഈ സ്നേഹമാണോ? അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ, ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ, തൊയ്ബാ പദീൻ ജീവേ തൗഹീദൊളി നീലാവേ, അർശിന്നും കുറിച്ചിന്നും അധിപതിവുടയോന്റെ അസനത്ത് ഉലകത്തിൽ ഉരച്ച പൂവേ, അർശിന്നും കുറിച്ചിന്നും അധിപതിവുടയോന്റെ അസനത്ത് ഉലകത്തിൽ ഉരച്ച പൂവേ, ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ
നബിയൽ ഹബീബുല്ലാവേ. തന്റെ അരികിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മര്യാദയുടെ പാഠങ്ങൾ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. പ്രവാസികളെ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? കുൽ ബിയമീനിക, ഇബ്നു അബ്ബാസേ നിന്റെ വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമോന്, നിന്റെ അടുത്തിരിക്കുന്ന ഭക്ഷണം കഴിക്കുമോന്, ആ ഭക്ഷണം നിലത്ത് കഴിയാതെ കഴിക്കുമോന്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. നമ്മുടെ ഉമ്മമാർക്ക് നേരമുണ്ടോ? നമ്മുടെ ഉപ്പമാർക്ക് നേരമുണ്ടോ? വളർന്നു വരുന്ന 5 വയസ്സിന്റെ 6 വയസ്സിന്റെ ഘട്ടത്തില് ആ മക്കളുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ പൂരപ്പറമ്പ് തണ്ടുന്ന പ്രവാസികളുടെ ഭാര്യമാര് ഫോണിലൂടെ പറന്ന് വിലക്കുന്നതിന് പകരം നാട്ടിലേക്ക് ചെന്നാൽ നിർബന്ധമായും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരലോകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ ഉമ്മമാര് പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും എന്റെ പ്രിയമുള്ളവരെ കുഞ്ഞു മക്കളുടെ വിരൽത്തുമ്പ് പിടിച്ചുകൊണ്ട് നിരങ്ങുന്നതിനെ തടയാ നിനക്ക് സാധിച്ചില്ലെങ്കിൽ ഈ വിദേശ രാജ്യത്ത് കിടന്ന് വിയർപ്പെടുക്കുന്ന നാണയത്തൊട്ടുകളുണ്ടല്ലോ, നാളെ നിനക്ക് ശാപമാണ് മോനെ, ശാപമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ മക്കളെയും കൊണ്ട് എവിടെയൊക്കെ പോകുന്നത്. വളരെ ക്യാമറ കണ്ടുകൊണ്ട് കാണേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഒരു കുടുംബനാഥന് ചെയ്യാൻ പാടില്ല. കുടുംബനാഥന് ചെയ്യാൻ പാടില്ല. നമ്മുടെയൊക്കെ നാടുകൾ ഇന്ന് ആ രീതിയിലാ. ഇപ്പോ എത്രയോ സ്ഥലത്ത് ഡിസംബർ 31 രാത്രിയിൽ എന്തൊക്കെയാ നടക്കുന്നത്. തൃശൂർ ജില്ലയുടെ ചാവക്കാട് ഇപ്രാവശ്യം 31 എല്ലാ ആഘോഷ പരിപാടികളും നിർത്തിയിട്ട് അൽഹംദുലില്ലാഹ് ഈ വിനീതന്റെ പ്രഭാഷണം, ന്യൂ ഇയർ പ്രഭാഷണം വെച്ചിരിക്കുകയാണ്. 10,000ങ്ങൾക്ക് വന്നിരിക്കാനുള്ള ഒരു സ്കൂൾ ഗ്രൗണ്ട് അതിനുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. അള്ളാഹു അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. കഴിഞ്ഞ വർഷം അതിന്റെ അടുത്ത് ഗാനമേളയായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും ഉമ്മബെങ്ങന്മാരും സഹോദരിമാരും ഡിസംബർ 31 12 മണിക്ക് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഒരു വലിയ വേദി അൽഹംദുലില്ലാഹ് ഒരുക്കിയിരിക്കുകയാണ്. അള്ളാഹു അത് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ സമുദായം നശിക്കുന്നത് കാണാൻ, നമ്മുടെ പ്രിയപ്പെട്ട സമുദായം എന്റെ പ്രിയമുള്ളവരെ തകരുന്നത് കാണാൻ കഴിയില്ല നമുക്ക്. ആലോചിക്കണം, കഴിഞ്ഞ റമളാൻ മാസത്തിന്റെ അവസാന 10 ഓഗസ്റ്റ് 15 ആയിരുന്നല്ലോ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന കരളലിയിപ്പിക്കുന്ന സംഭവം. ബിവറേജ് ഷാപ്പുകൾ അന്ന് അവധിയായിരുന്നത് കൊണ്ട് അതിനു മുന്നിൽ സമരം നടത്തിയത്രേ കുറച്ച് ചെറുപ്പക്കാർ. അതിൽ കത്തിക്കുത്ത് നടന്നു. റമളാൻ മാസത്തിന്റെ അവസാന 10 നരകമോചനത്തിന്റെ 10 ബിവറേജിന്റെ മുന്നിൽ നിന്ന് കുത്തേറ്റുകൊണ്ട് സമരത്തിൽപ്പെട്ടുകൊണ്ട് കുത്തേറ്റ് ഹോസ്പിറ്റലിൽ പോയ ചെറുപ്പക്കാരന്റെ പേര് ഷംനാദ് എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പണവും പവറും കിട്ടുമ്പോ അള്ളാഹുവിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിയുന്ന പൈശാചികമായ പ്രേരണ ഈ സമുദായത്തിന്റെ സഹോദരങ്ങൾ മാറ്റിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് വിജയമുണ്ടാവുകയില്ല. നമ്മുടെ ഭാര്യമാരും മക്കളും നമ്മുടെ കൈക്കുമ്പിൾ നാം വരച്ച വരയിൽ നിർത്തണം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം കൊടുക്കരുത് എന്നല്ല. അവർക്കല്ലേ ഉള്ളൂ സ്വാതന്ത്ര്യം ഈ ലോകത്ത്. മുസ്ലിം പെണ്ണിനല്ലാതെ വേറെ ആർക്കാണ് ഈ ലോകത്ത് സ്വാതന്ത്ര്യമുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ആ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നിയന്ത്രണം നിന്റെ കയ്യിലായിരിക്കണം. അർരിജാലു ഖവ്വാമൂന അലന്നിസാ. അത് വിട്ടുപോയാൽ, അത് വിട്ടുകൊടുത്താൽ നിന്റെ മക്കളും നശിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മര്യാദ പഠിപ്പിക്കണം നിന്റെ മക്കളെ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോ അള്ളാഹു കാണുന്നുണ്ട് എന്ന്. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം, നിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവൻ അല്ലാഹു ആണ്. കള്ളം പറയാ ശീലിപ്പിക്കരുത്, മോശത്തരങ്ങളൊന്നും ശീലിപ്പിച്ചു കൊടുക്കരുത്. നല്ലതുപോലെ കൊണ്ടുവരണം. ഇത് പറഞ്ഞാൽ അവരെ വെറും ആലിമീങ്ങളാക്കി മാറ്റണമെന്നല്ല. അവര് ഡോക്ടർമാരാകട്ടെ, അവര് വക്കീലുമാരാകട്ടെ, അവര് എഞ്ചിനീയർമാരാകട്ടെ. പക്ഷേ അള്ളാന്റെ പള്ളി മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ അതേ നിറകണ്ണുകളോടെ നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുന്ന ഒരു എഞ്ചിനീയറാകട്ടെ, അള്ളാഹുവിന്റെ പേരിൽ ബിസ്മി പറഞ്ഞുകൊണ്ട് ഓപ്പറേഷന് വേണ്ടി കത്തിവെക്കുന്ന ഒരു ഡോക്ടറാകട്ടെ നിന്റെ മകൾ. അൽഹംദുലില്ലാഹ്, അത് സമുദായത്തിന് എത്ര നേട്ടമാണ് വരുന്നത്. അതുകൊണ്ട് മര്യാദ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിദ്യാഭ്യാസം കൊടുക്കരുത് എന്നല്ല. യഥാർത്ഥത്തിൽ ഉമ്മയെ ഉമ്മയായി തിരിച്ചറിയാൻ, ഉപ്പയെ ഉപ്പയായി തിരിച്ചറിയാൻ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളെ കുറിച്ചറിയാൻ മദ്രസ പഠനം അനിവാര്യമാണ്, ആവശ്യമാണ്.
അതിന്റെ കൂടെ തന്നെ മറ്റു വിദ്യാഭ്യാസങ്ങളും കൊടുക്കണം. മറക്കല്ലേ ഉമ്മ, നമ്മുടെ മക്കളുടെ മതപഠനം നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ മക്കളുടെ മതബോധം നഷ്ടപ്പെട്ടു പോകരുത്. അല്ലാഹു ആരാ, അവന്റെ റസൂൽ ആരാ, മക്ക എന്താ, മദീന എന്താ, ഉപ്പ എന്നാൽ എന്താ, ഉമ്മ എന്നാൽ എന്താ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നിന്റെ മക്കൾക്ക് ഉണ്ടാവണം. അവൻ ചെറിയ ചെറിയ സൂറത്തുകളും ദിക്റുകളൊക്കെ പഠിക്കണം. ഒരു ഉപ്പ എന്നോട് അത്ഭുതത്തോടു കൂടി പറഞ്ഞതാ, എന്റെ മോന് ബാങ്ക് വരെ കാണാപ്പാടമാണ്. അതിപ്പോ ആർക്കറിഞ്ഞൂടാത്തത്? ഉപ്പ വിചാരിച്ചിരിക്കണ വലിയ കാര്യമായിട്ടാ, എന്റെ മോന് ബാങ്ക് വരെ കാണാപ്പാടാണ്. നമ്മൾ ആലോചിക്കണം, 15 വയസ്സുള്ള മക്കൾക്ക് പോലും ഇന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ നേരിയ ചെറിയ സൂറത്ത് പോലും ഓതാൻ അറിയില്ല. അലിഫിന്റെ മുകളിൽ ഫത്തഹിട്ട് എന്തെന്ന് ചോദിച്ചാൽ ടി എന്ന് വായിക്കുന്ന കാലമാണ്. അത് ആ എന്നാണ് പറയേണ്ടത് എന്ന ബോധം ഈ സമുദായത്തിന്റെ മക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ ഖുർആൻ എന്നും ഓതുന്നവരായിരിക്കണം, സ്വലാത്ത് ചെല്ലുന്നവരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട ഒരു അർത്ഥവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്. സെക്കൻഡ് കൊണ്ട് തീരുന്ന ഈ ജീവിതത്തിന്റെ മക്കളെ വഴിതെറ്റിച്ചു കഴിഞ്ഞിട്ട് അവസാനം അള്ളാഹുവിന്റെ മുന്നിൽ വിരൽ തുമ്പ് കടിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആൻ പറയുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. ഖുർആൻ പറയുന്നുണ്ട്, യാ ബുനയ്യ അഖിമിസ്സലാ, മോനെ നീ നിസ്കരിക്കടാ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പൊന്നുമോനോട് പറഞ്ഞു കൊടുത്തതാ, മോനെ നീ നിസ്കരിക്കടാ. അവിടെ മുതലാണ് ബാക്കിയുള്ള മുഴുവൻ ഉപദേശങ്ങളും തുടങ്ങിയതെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മ, മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്നാ പറ്റൂല. ഗൾഫിൽ നിന്ന് വാപ്പമാരെ നാട്ടിലേക്ക് ചെല്ലും, എന്നിട്ട് പറയും, മോനെ സ്വലാത്ത് ഇല്ലടാ എന്ന് ചോദിക്കും. വാപ്പാക്ക് എന്ത് ജോലിയാ? വാപ്പ ഇങ്ങനെ എറാത്ത് ഗൾഫിൽ നിന്ന് വന്നതല്ലേ, ഇപ്പിന്റെ ഹോളിൽ ചാരി കസേരയിൽ ഇരുന്നുകൊണ്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ പുക ഇങ്ങനെ മലക്കൊക്കെ ഊതുപിടിക്കായിരിക്കും ഊതി വിട്ടുകൊണ്ടിരിക്കാൻ. മോനെ സ്വലാത്ത് ഇല്ലയോടാ? ആ ചൊല്ലി. വാപ്പാക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, വാപ്പ വേറെ മതത്തിൽപ്പെട്ട ആളാ. മോൻ മാത്രമേ ഇപ്പൊ ഇസ്ലാം മതം സ്വീകരിച്ചുള്ളൂ വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ. മോനെ യവനാ ശൈത്താന്റെ വാപ്പ ഇത്. ഇവൻ നിസ്കാരമില്ല, നോമ്പില്ല, സ്വലാത്തില്ല, ദിക്റില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ആലോചിച്ച് യാസീൻ ഓതുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ ജോലിയാണ്. ഭാര്യ ഓതിക്കോളണം, പെമ്മക്കൾ ഓതിക്കോളണം, ഉമ്മ ഓതിക്കോളണം. ആണുങ്ങൾ ആ സമയത്ത് ലൈറ്റ് കൊടുത്തോണ്ട് ഇങ്ങനെ റോട്ടിൽ കറങ്ങാൻ പോകും അല്ലേ? നമ്മൾ യാസീൻ ഓതന്റെ വീട്ടിൽ നമ്മൾ ഓതുമോ? നമ്മൾ ഓതണ്ടേ? ഓതണം സഹോദരങ്ങളെ. നമ്മളാണ് അവർക്ക് മര്യാദ കൊടുക്കേണ്ടത്, നമ്മളാണ് മാതൃകയാകേണ്ടത്. ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും ആജ്ഞാപിക്കാനും മാത്രം ഒരു ഉപ്പ, അതാണ് ഇന്ന് കേരളത്തിന്റെ മുസ്ലിം ഉപ്പമാർ. അതാവരുത്. നമുക്കാകേണ്ടത് ഈ കഷ്ടപ്പെടുന്ന സമ്പാദ്യം ആഖിറത്തിന്റെ മുതൽക്കൂട്ടാകാൻ നമ്മൾ ഓതണം യാസീൻ, നമ്മൾ ഓതണം ഖുർആൻ, നമ്മൾ ചൊല്ലണം സ്വലാത്ത്. എന്നിട്ട് നമ്മൾ മക്കളോട് പറയുമ്പോൾ ആ മക്കൾ നമ്മുടെ അരികിൽ വന്നിരുന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് ചെയ്യും. അള്ളാഹു അതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഇല്ലെങ്കിൽ ഒരു മകൻ പറഞ്ഞതുപോലെ വീട്ടിന്റെ മുമ്പ് ബോർഡ് വെച്ചു, മകൻ വലിയ വീട് വെച്ചിട്ട് സന്ധ്യ കഴിഞ്ഞാൽ ഇതുവഴി ആരും നടന്നു പോകരുത് എന്ന് എഴുതി വെച്ചു. അവസാനം തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഒരാൾ അതുവഴി നടന്നു പോയപ്പോൾ മകൻ ഹോളിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു, ഏത് കുരുത്തം കെട്ടവനാടാ നടന്നു പോകുന്നതെന്ന് ചോദിച്ചു. ഉടനെ തലയിലെ മുണ്ട് മാറ്റിയിട്ട് പറഞ്ഞു, മോനെ ഞാൻ നിന്റെ എളാപ്പായാണടാ എന്ന് പറഞ്ഞു. അപ്പൊ മകൻ പറഞ്ഞു, എളാപ്പായിരുന്നു, ഞാൻ വിചാരിച്ചു വാപ്പച്ചി ആയിരിക്കും എന്ന് വിചാരിച്ചെന്ന്. അപ്പൊ വാപ്പച്ചിയാണെങ്കിൽ കുരുത്തം കെട്ടവനെന്ന് വിളിച്ചത് ഇപ്പൊ ആരെയാ? ഇതാണ് നമ്മുടെ മക്കളുടെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല ഉപദേശം നമ്മുടെ മക്കൾക്ക് കൊടുത്ത് മര്യാദയുള്ളവരാക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും നല്ല ഒരു ഉപദേശം നിങ്ങൾക്കറിയുമോ? ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞു കൊടുത്തതാ. വളർന്നു വരുന്ന വളർച്ചയിൽ നിന്റെ മക്കളോട് നീ പറഞ്ഞു കൊടുക്കാനുള്ളതാണ്, ഇന്ന ദുനിയാ ബഹറുൻ അമീഖ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ദുനിയാ ബഹറുൻ അമീഖ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ആഴമേറിയ കടലാണ്, ആഴമേറിയ കടലാണ്. തകുൻ സഫീനത്തുക ഫീഹാ തഖ്വല്ലാഹ്. മോനെ, ആ ആഴമേറിയ കടലിന്റെ മുകളിൽ നീ ഒരു കപ്പലുണ്ടാക്കുക. ഓ, കപ്പലിന്റെ പേര് തഖ്വ എന്നാണ്. ആ കപ്പലിന്റെ പേര് തഖ്വ എന്നാണ്. തഖ്വ ഒരു സമ്മാനമായി മക്കൾക്ക് കൊടുക്കാം, അതിലൂടെ അവരെ മര്യാദയുള്ളവരാക്കാം. ഇന്ന് വരെ
പ്രവാസി ലോകത്ത് കഴിയുന്ന എന്റെ മലയാളികളെ, നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വടക്കു ഭാഗത്തൊരു പിതാവിന്റെ കഥ നിങ്ങൾക്കറിയുമോ? എത്രത്തോളം സങ്കടത്തോടെ പൊന്നുമോനെ വളർത്തിയവരാ. ഒരൊറ്റ ഉമ്മയാണ്, ഉപ്പാക്കും ഉമ്മാക്കും ഒരേ ഒരു മകനാണ്. 3 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബ ജീവിതമാണ്. ഉപ്പ 27 വർഷത്തോളം വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ടു. നാട്ടിൽ വന്ന് വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാണ് ഒന്നാമത് കുഞ്ഞുണ്ടാകുന്നത്. ആ ഒരൊറ്റ കുഞ്ഞു മാത്രമേ അവർക്കുള്ളൂ, വേറെ മക്കളില്ല. തറയിൽ വെക്കാതെ കൊണ്ടു നടന്ന് ഓമനിച്ചു പൊന്നാരിച്ചു. 15ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് പൊന്നുമോന്റെ മുഖത്ത് നോക്കി വന്ന് ദേഷ്യപ്പെട്ടപ്പോ ആ മകൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. എന്റെ ഗൾഫുകാരാ, നമ്മളാരും മക്കളോട് ദേഷ്യപ്പെടാത്തവരാണ്. 2 മാസത്തെ ലീവല്ലേ ഉള്ളൂ, എന്തിനാണ് മക്കളെ ശകാരിക്കുന്നത്, ചീത്ത വിളിക്കുന്നത്, വഴക്കു പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവരോട് ഒന്നും നിർദ്ദേശിക്കാറ്, അവര് ചെയ്യുന്നതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഗൾഫുകാരാ അബദ്ധമാണ്, അപകടമാണ്, സങ്കടത്തിന്റെ കടലിലേക്ക് വലിച്ചെറിയുന്നതിന് കാരണമാണ്. ഈ പ്രിയപ്പെട്ട ഉപ്പതന്റെ മോനോട് ആദ്യമായിട്ടൊന്ന് ചൂടായത് 15ാമത്തെ വയസ്സിലാണ്. ആ സങ്കടം സഹിക്കാനാകാതെ മകൻ ഇറങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞാണ് പൊന്നുമോൻ തിരിച്ചു വന്നത്. ഈ 2 ദിവസവും ഉമ്മ ഉറങ്ങിയില്ല, ഉപ്പ ഉറങ്ങിയില്ല, അവര് ഭക്ഷണം കഴിച്ചില്ല. ആ മകൻ വന്നപ്പോ വാരിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, മോനെ ഇനി ഒന്നും പറയൂലടാ ഉപ്പച്ചി, ഇനി ഒന്നും പറയൂലടാ ഉമ്മച്ചി. എന്നിട്ടാ പൊന്നുമോനെ വീണ്ടും ഇങ്ങനെ ചിങ്കരിച്ച് വളർത്തുകയാ. 18 വയസ്സ് കഴിഞ്ഞപ്പോ ഗേൾഫ്രണ്ട് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിന്റെ 2ാമത്തെ നിലയുടെ മുകളിലുള്ള റൂമിൽ തന്റെ പ്രിയപ്പെട്ട മകൻ കാമുകിമാരോടൊത്ത് വന്ന് കൂടെ കിടക്കുന്നു. ഒരു വാക്കുപോലും മിണ്ടാനാകാതെ തലയിൽ തട്ടമിട്ട പാവപ്പെട്ട ഉമ്മാക്ക് പൊട്ടിക്കരയേണ്ട ഗതികേട് വന്നുപോയി. അവസാനം നെഞ്ചുവേദന വന്നുകൊണ്ട് ഈ ഉപ്പ മരണപ്പെടുമ്പോ മകൻ വീട്ടിലില്ല. ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി, മകൻ വന്നിട്ടില്ല. എല്ലാവരും ചോദിക്കുന്നു, ഒരു മകനല്ലേ, എവിടെയാണ്? അവസാനം കുറെ കൂട്ടുകാർ വന്ന് പറയുന്നു, ഉമ്മ നിങ്ങളുടെ പൊന്നുമോൻ വിനോദസഞ്ചാര കേന്ദ്രത്തില് കള്ളുകുടിച്ചുകൊണ്ട് കൂട്ടുകാരുമായി കറങ്ങി വന്നിട്ട് പച്ച പിടിച്ച പുൽത്തകടിയിൽ മലർന്നു കിടക്കുകയാ. അവനെ കുളിപ്പിച്ചുകൊണ്ട് വരികയാ. ഉപ്പാന്റെ അരികില് 10-20 കൊല്ലത്തോളം പൊന്നുമോന് പാല് കൊടുത്തുകൊണ്ട്, പൊന്നുമോന് സ്നേഹം കൊടുത്തുകൊണ്ട് ലാളിച്ചിട്ട് ഇന്ന് ഉപ്പാക്ക് വേണ്ടി ഏറ്റവും വലിയ സമ്മാനം കൊടുക്കാനുള്ള ഉപ്പ മരിച്ചു കിടക്കുന്ന സമയത്ത് ഉപ്പാന്റെ മയ്യത്തിന്റെ അരികെ കള്ളുകുടിച്ചുകൊണ്ട് വന്നു നിൽക്കുന്ന ഒരവസ്ഥ അബൂദാബിയിലെ ഉപ്പമാർക്ക് വരാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. സ്വലാത്ത് ചൊല്ലിയോ എന്ന് ചോദിക്കണേ, ഖുർആൻ ഓതിയോ എന്ന് ചോദിക്കണേ. ഈ കുടുംബത്തിലെ മാതാവ് ഒരു വലിയ കത്ത്, 20 പേജുള്ള കത്തെഴുതി എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സങ്കടമാ പ്രിയമുള്ളവരെ. ആ ഉമ്മ എഴുതുന്നു, എന്റെ മകനെ മയ്യത്ത് നിസ്കരിക്കാൻ